പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനയ്ക്കെതിരായ ഏതൊരാക്രമണവും തുറന്ന യുദ്ധപ്രഖ്യാപനമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും താക്കീത് നൽകിയത്. ഖാംനയെ വധിക്കാനോ സ്ഥാനഭ്രഷ്ടനാക്കാനോ US ശ്രമിക്കുന്നതായ റിപ്പോർട്ടുകൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രതികരിച്ചു. അതിനിടെ രാജ്യത്ത് ഏർപ്പെടുത്തിയ ഇന്റർനെറ്റ് വിലക്ക് ദിവസങ്ങൾക്കകം പിൻവലിക്കുമെന്ന് ഇറാൻ സർക്കാർ അറിയിച്ചു. പ്രക്ഷോഭകാരികളോട് കുറ്റസമ്മതം നടത്താൻ ഇറാൻ നാഷണൽ പോലീസ് മേധാവി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇറാൻ സർക്കാർ ടെലിവിഷൻ സംപ്രേഷണം ഹാക്ക് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. വിവരങ്ങളുമായി MCA നാസറാണ് ചേരുന്നത്. MCA, ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ ഇപ്പോൾ ഏറെക്കുറെ ഒരു അയവ് വന്നതായുള്ള സൂചനകളാണ് കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇറാൻ ഒരു താക്കീത്, ഒരു മുന്നറിയിപ്പ് എന്ന തരത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനോടും പ്രതികരണം നടത്തുന്നത്? ദിവസങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ രണ്ടുപേരും നടത്തിയ പ്രതികരണം നിലവിലുള്ള ഈ ഭരണ സംവിധാനം മാറേണ്ടതുണ്ട്. ഈ പൗരോഹിത്യ ഭരണത്തിന് എത്രയും പെട്ടെന്ന് അറുതിയാകണം, അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമായിരുന്നു ട്രംപ് നടത്തിയത്. ഇതിനുള്ള ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഇന്ന് ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് തങ്ങളുടെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനയ്ക്കെതിരായ ഏതൊരു നീക്കവും, അദ്ദേഹത്തെ വധിക്കാനോ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കാനോ നടക്കുന്ന ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഏതൊരു നീക്കത്തെയും രാജ്യത്തിന് നേരെയുള്ള തുറന്ന യുദ്ധപ്രഖ്യാപനമായിട്ട് കണക്ക് കൂട്ടും. അതുകൊണ്ട് കേവലം ഒരു പരമോന്നത ആത്മീയ നേതാവിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങൾ തങ്ങൾ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഏതൊരു നീക്കം ഉണ്ടായാലും അതിനെ അതിശക്തമായി തന്നെ തങ്ങൾ കൈകാര്യം ചെയ്യും. അത് രാജ്യ താല്പര്യമാണ്. കാരണം പരമോന്നത ആത്മീയ നേതാവാണ് ഈ രാജ്യത്തെ ശക്തമായിട്ട് മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭകാരികളെ പോലും പ്രോത്സാഹിപ്പിച്ചതും അവർക്ക് പിന്തുണ നൽകിയതും അമേരിക്കയും ഇസ്രായേലുമാണ്. പക്ഷേ രാജ്യം നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്, വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ സമ്മതിച്ചു. പക്ഷേ ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം ഉപരോധം ഉൾപ്പെടെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന സമീപനമാണ്. അത് ആ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ അവർ പിൻവലിക്കുകയാണെങ്കിൽ തന്നെ ഇറാൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിഭവങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇനിയും ഒട്ടേറെ പുരോഗതിയിലേക്ക് നീങ്ങാൻ ഈ രാജ്യത്തിന് സാധിക്കും. അതുകൊണ്ട് അത്തരമൊരു അവസരം ഒരുക്കുന്നതിന് പകരം വീണ്ടും നിരന്തരമായിട്ടുള്ള ഉപരോധത്തിന്റെ ആ വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന ഒരു സമീപനമാണ് അമേരിക്ക സ്വീകരിച്ചു വരുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് US ട്രഷറി വകുപ്പ് അലി ലാറിജാനി, അദ്ദേഹം പരമോന്നത ആത്മീയ നേതാവിന്റെ കാര്യപ്പെട്ട ഒരു ഉപദേശകനാണ്, അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ സമിതിയുടെ മേധാവി കൂടിയാണ്. അങ്ങനെ അലി ലാറിജാനിക്കെതിരെയും മറ്റും കൈക്കൊണ്ടിരിക്കുന്ന ഈ ഉപരോധ നടപടികളെ പൂർണ്ണമായിട്ടും ഇറാൻ പ്രസിഡന്റ് തള്ളിക്കളഞ്ഞു. അത്തരം നീക്കങ്ങളാണ് ഇറാൻ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി. ആ പ്രതിസന്ധി ഇല്ല എങ്കിൽ അതിശക്തമായിട്ട് ഇനിയും ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റും എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇറാൻ പ്രസിഡന്റ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം പ്രതിസന്ധികൾ പിന്നിട്ട കുറേ ദിവസങ്ങളായി തുടരുന്ന പ്രതിസന്ധിയിൽ കാര്യമായിട്ടുള്ള അയവ് വന്നിട്ടുണ്ട്. ജീവിതം ഏറെക്കുറെ സാധാരണ ഗതിയിലേക്ക് വരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇറാന്റെ എല്ലാ പ്രവിശ്യകളിൽ നിന്നും പുറത്തു വരുന്നത്. അടഞ്ഞുകിടന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നലെ മുതൽ കാര്യമായ സംഘർഷങ്ങളോ കലുഷിതമായ ഒരു സാഹചര്യമോ ഇല്ല എന്നാണോ? ദിവ്യ, ആ അർത്ഥത്തിൽ നമുക്കിപ്പോൾ ഈ ഘട്ടത്തിലും പറയുക സാധ്യമല്ല. കാരണം അമേരിക്കയും ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് അവരുടേതായിട്ടുള്ള ഏജന്റുമാർ ഇപ്പോൾ പോലും സജീവമായി ഇറാനിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും പ്രക്ഷോഭത്തിന്റെ രൂപത്തിലോ മറ്റേതെങ്കിലും അർത്ഥത്തിലോ ഈ കാര്യങ്ങൾ വീണ്ടും ഇറാന്റെ ആഭ്യന്തര സ്ഥിതിയെ അസ്ഥിരപ്പെടുത്തുന്ന നീക്കങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിരന്തരമായിട്ടുള്ള ഈ പ്രചാരണ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളും ട്രംപും നെതന്യാഹുവും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നെതന്യാഹു രാത്രി നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് ഇറാനിൽ എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ. കാരണം ഈ ഭരണകൂടത്തിന് അധികം ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നൊരു പ്രതികരണമാണ് നെതന്യാഹു നടത്തിയിരിക്കുന്നത്. അപ്പോൾ ട്രംപിന്റെ ഭാഗത്തുനിന്നും അടിക്കടി ഇറാനിലെ നിലവിലുള്ള നേതൃത്വം മാറേണ്ടതുണ്ട് എന്ന ഒരു സമീപനവും പ്രതികരണവും വരുന്നു. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായി എന്ന് ഇറാനിയൻ നേതൃത്വം
അവകാശപ്പെടുന്നുണ്ടെങ്കിലും താഴെത്തട്ടിലേക്ക് വീണ്ടും ഈ അസ്ഥിരത പടർത്താനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു വികാരം, പ്രധാനമായിട്ടും വിലക്കയറ്റം, പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളിൽ ഒരു അസ്വസ്ഥത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും അമർച്ച ചെയ്യാൻ നിലവിലുള്ള ഈ ക്രാക്ക് ഡൗണിന് സാധിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇറാന്റെ നാഷണൽ പോലീസ് മേധാവി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത എല്ലാവരും സ്വമേധയാ തന്നെ കീഴടങ്ങേണ്ടതുണ്ട്. അവർക്ക് ചെറിയ ശിക്ഷകൾ മാത്രം നൽകി അവർ വിടും. പക്ഷേ അതല്ലാത്ത സാഹചര്യത്തിൽ അവരെ പൂർണ്ണമായിട്ടും തങ്ങൾ കണ്ടെത്തുകയും അതിശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് മേധാവി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ അടിച്ചമർത്തൽ നീക്കങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രക്ഷോഭം തൽക്കാലം കട്ടടങ്ങിയെങ്കിൽ പോലും ഇന്റർനെറ്റൊക്കെ പുനഃസ്ഥാപിക്കുന്നതോടുകൂടി വീണ്ടും പ്രക്ഷോഭ സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക ഇറാനി നേതൃത്വത്തിന് ഈ ഘട്ടത്തിലും ഉണ്ട് എന്നാണ് അവരുടെ അപ്പോൾ ഇറാന്റെ കാര്യത്തിൽ ഇനി എന്ത് നിലപാടിലേക്കായിരിക്കും അമേരിക്ക കടക്കുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ? ദിവ്യ, അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ നിലവിലുള്ള ഒരു ഭരണകൂടം മാറേണ്ടതുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള ചില പ്രതികരണങ്ങൾ വന്നു എന്നതിനപ്പുറത്ത് ഒരു സൈനികമായിട്ട് ഉടൻ തന്നെ ഇറാനെ ആക്രമിക്കാനുള്ള ഒരു നീക്കത്തിനും തൽക്കാലം അമേരിക്ക നിർബന്ധിതമാവുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. കാരണം മേഖലയിലെ പല രാജ്യങ്ങളും അതിശക്തമായി തന്നെ, ഇപ്പോൾ ഖത്തറിലാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യോമകേന്ദ്രമുള്ളത്, അൽ ഉദൈദ് വ്യോമതാവളം. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാനെതിരായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകരുതെന്ന് ഖത്തർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൗദി അറേബ്യ, ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും മേഖലയിലെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇക്കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഈ ഒരു ഏതെങ്കിലും അർത്ഥത്തിൽ ആക്രമണം ഇറാന് നേരെ ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിന്റെ പ്രതികരണം ഉണ്ടാകാൻ പോകുന്നത് ഗൾഫ് രാജ്യങ്ങളിലായിരിക്കും. അതുകൊണ്ട് തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയെ ബലി കൊടുത്തുകൊണ്ട് ഇത്തരമൊരു നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. കാരണം ഇറാനെ കരുതുന്നത് പോലെ ഇറാൻ സൈനികമായിട്ട് അത്രയൊന്നും ദുർബലമായിട്ടില്ല. കൂടുതൽ ശക്തമായിട്ടുള്ള സൈനിക സംവിധാനങ്ങളിലേക്ക് ഇറാൻ വന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഒരു പൊടുന്നനെ ആക്രമിച്ച് പിൻവാങ്ങുക എന്നതിനർത്ഥം ഈ മേഖലയിൽ ഒരു അരാജകത്വവും അതോടൊപ്പം തന്നെ അസ്ഥിരതയും രൂപപ്പെടുത്തുക എന്നതായിരിക്കും. അത്തരമൊരു സാഹചര്യം ഉണ്ടാകരുതെന്ന് ഈ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഒരുപക്ഷെ വളരെ കണക്കുകൂട്ടിയും കരുതലോടു കൂടി മാത്രമായിരിക്കും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇറാനെതിരായിട്ടുള്ള ഒരു സൈനിക നീക്കം ഉണ്ടാവുക എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാകുന്ന റിപ്പോർട്ടുകളിലൂടെ അമേരിക്കൻ മാധ്യമങ്ങളും അക്കാര്യമാണ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവിനെതിരായ ഏത് തരത്തിലുള്ള ആക്രമണവും അത് യുദ്ധപ്രഖ്യാപനമായി കാണും എന്നാണ് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ഇറാൻ പ്രസിഡന്റ് നൽകുന്ന മുന്നറിയിപ്പും താക്കീതും. വിശദാംശങ്ങളാണ് MC നാസർ നൽകിയത്. നമുക്കിനി ഗസയിലേക്ക് കടക്കാം. കൊടുങ്കാറ്റിനെ തുടർന്ന് ഗസയിൽ വീണ്ടും 100 കണക്കിന് ടെന്റുകൾ തകർന്നു. സഹായ വിലക്ക് പിൻവലിച്ചില്ല എങ്കിൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാകുമെന്ന് സന്നദ്ധ സംഘടനകൾ അറിയിച്ചു. ഗസ സമാധാന സമിതിയിൽ അംഗമാകാൻ റഷ്യൻ പ്രസിഡന്റ് പുടിനെയും US പ്രസിഡന്റ് ട്രംപ് ക്ഷണിച്ചു. ഇന്ത്യയും അംഗമാകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. സമിതി ഇസ്രായേൽ താൽപര്യങ്ങൾക്ക് വിരുദ്ധമെന്ന് ഇസ്രായേൽ മന്ത്രി സ്മോട്രിക് പ്രതികരിച്ചു. MC നാസർ വിവരങ്ങൾ നൽകും. MCA, ഗസ സമാധാന സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സ്? അതിൽ ഇസ്രായേലിന്റെ പ്രതികരണം എന്താണ് നിലവിൽ ഗസയിലെ സാഹചര്യങ്ങൾ? ദിവ്യ, അതിൽ പ്രധാനമായിട്ടും ഇപ്പം 2-3 ദിവസം മുമ്പാണ് ഈ സമിതിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിളംബരം അമേരിക്ക വൈറ്റ് ഹൗസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. US പ്രസിഡന്റ് ട്രംപ് ആയിരിക്കും ഈ സമിതിയുടെ ആദ്യ യോഗത്തിൽ. ഇപ്പോൾ ദാവോസിൽ സാമ്പത്തിക ഫോറം സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട്. അവിടെയായിരിക്കും ഈ സമിതിയുടെയും ആദ്യ യോഗം ചേരുക. ആ യോഗത്തിലേക്ക് നേരത്തെ പറഞ്ഞത് 15 അംഗ ഒരു സമിതി ആയിരിക്കും ഇതിന്റെ കാര്യങ്ങൾ, ഇടക്കാല ഭരണ സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നയിക്കുക എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും ചുരുങ്ങിയത് 60 രാജ്യങ്ങളെങ്കിലും ഈ സമിതിയുടെ ഭാഗമാക്കി മാറ്റണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് 60ഓളം രാജ്യങ്ങൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ട്രംപ് അയച്ചിരിക്കുന്നത്. അവരൊക്കെയും ഇതിൽ പങ്കാളിത്തം വഹിക്കണം. അതുമാത്രമല്ല $1 ബില്യൺ ഒരു സഹായ നിധിയും ഇതിന്റെ ഭാഗമായിട്ട് രൂപവൽക്കരിക്കാനുള്ള ഒരു തീരുമാനവും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ നേരത്തെ റിപ്പോർട്ടുകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉണ്ടാവും. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഉണ്ട്. ജറദ് കുഷ്നർ എന്ന ട്രംപിന്റെ മരുമകനും ഉപദേശകനും കൂടിയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ മേഖലയിൽ നിന്നുള്ള മറ്റ് പല പ്രമുഖരും ഈ സമിതിയിൽ ഉൾപ്പെടുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഉൾപ്പെടെയുള്ളവരെയും ഈ സമിതിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രാജ്യങ്ങളൊന്നും തങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ളൊരു നിലപാടോ പ്രഖ്യാപനമോ നടത്തിയിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഈ സമിതിയുമായി ബന്ധപ്പെട്ട് കുറേ അവ്യക്തതകളുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിൽ പോലും ഫ്രാൻസ്
ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം പോലും നടത്താൻ വിസമ്മതിക്കുകയാണ്. കാരണം UN-ന് യാതൊരു പ്രാതിനിധ്യവും ഇല്ലാത്ത സ്വഭാവത്തിലായിരിക്കും ഈ സമിതിയുടെ പ്രവർത്തനമെന്നാണ് അമേരിക്ക നടത്തുന്ന പ്രതികരണങ്ങളിൽ വ്യക്തമാവുന്നത്. നേരത്തെ യുനെർവ ഉൾപ്പെടെയുള്ള ഏജൻസികളെ പൂർണ്ണമായിട്ടും നിരാകരിച്ച് ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേ സ്വഭാവത്തിൽ തന്നെ ആയിരിക്കുമോ ഈ വരാൻ പോകുന്ന ഈ സമിതിയുടെ പ്രവർത്തനവും എന്നൊരു ആശങ്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട്. അവർ അക്കാര്യം ട്രംപിനെ തന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ സമിതിയുടെ സ്വഭാവം എന്തായിരിക്കും, അതോടൊപ്പം തന്നെ സമിതിയുടെ പ്രവർത്തന പരിധികൾ എന്തായിരിക്കും എന്ന കാര്യത്തിലും കുറെ കൂടി വ്യക്തതകൾ വരേണ്ടതുണ്ട്. അതൊരു പക്ഷേ ട്രംപ് അധ്യക്ഷത വഹിക്കുന്ന സമിതിയുടെ ആദ്യ യോഗം അത് അടുത്ത ദിവസം തന്നെ നടക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതോടുകൂടി മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഒരു ചിത്രം വ്യക്തമാവുക. നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഗസയിൽ ജീവിതം കൂടുതൽ നരകതുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 2 വർഷത്തിലധികം നീണ്ട യുദ്ധം സൃഷ്ടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ക്രൂരമായിട്ടുള്ള അനുഭവങ്ങൾ ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ സമീപകാലത്തൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതിക്ഷോഭം. ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി രൂപപ്പെട്ടിരിക്കുന്ന കൊടുങ്കാറ്റിൽ നിരവധി ടെന്റുകൾ തകർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ ആക്രമണം ഈ വെടിനിർത്തൽ ലംഘിച്ചും തുടർന്നുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് ഈ പ്രകൃതിക്ഷോഭം മൂലം രൂപപ്പെട്ടിരിക്കുന്ന അവസ്ഥ. നിരവധി ടെന്റുകൾ തകർന്നെങ്കിലും ആ ടെന്റുകളൊക്കെയും അന്തിയുറങ്ങിയ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കയറിക്കിടക്കാൻ ഒരു ഇടമില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. ഏറ്റവും കൂടുതൽ ടെന്റുകളും മറ്റ് സംവിധാനങ്ങളും ഉപകരണങ്ങളും ഗസയിലേക്ക് എത്തിക്കണമെന്ന ലോകത്തിന്റെ ഒന്നിച്ചുള്ള ഒരു അഭ്യർത്ഥന പോലും ഇസ്രായേൽ ചെവിക്കൊണ്ടിട്ടില്ല. റഫ അതിർത്തി തുറക്കുമെന്ന പ്രഖ്യാപനവും അനിശ്ചിതമായി തന്നെ നീളുകയാണ്. ഇത് ദുരിതപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഗസയിൽ പൊതുവെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദിവ്യ, ഗസയിൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാവുകയാണ്. അതിനിടെയാണ് ഗസ സമാധാന സമിതിയിലേക്ക് അംഗങ്ങളാകാൻ കൂടുതൽ രാജ്യങ്ങളെ ട്രംപ് ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നത്. MC നസറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പ്രതിരോധ ഊർജ്ജ മേഖലകളിൽ ഇന്ത്യയുമായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. 2030 ഉഭയകക്ഷി വ്യാപാരം $200 ബില്യൺ എത്തിക്കുകയാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം. ഹ്രസ്വ സന്ദർശനത്തിനായാണ് UAE ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ത്യയിലെത്തിയത്. 3 മണിക്കൂർ നീണ്ട ചർച്ചയിൽ ഊർജ്ജ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ആധുനിക ന്യൂക്ലിയർ സാങ്കേതിക വിദ്യയിലും പ്രതിരോധ ബഹിരാകാശ മേഖലകളിലും കൈകോർക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കും. നിക്ഷേപ മേഖലയിൽ കരുത്തുപകരാൻ UAE-യിലെ ഫസ്റ്റ് അബുദാബി ബാങ്ക്, DP വേൾഡ് എന്നിവയുടെ ഓഫീസുകൾ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ തുറക്കാനും തീരുമാനമായി. ഡൽഹിയിലെത്തിയ UAE പ്രസിഡന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. തന്റെ സഹോദരനെ സ്വീകരിച്ചുവെന്ന അടിക്കുറിപ്പോടെയാണ് പ്രധാനമന്ത്രി ചിത്രങ്ങൾ എക്സിൽ പങ്കുവച്ചത്. ഇത് 3ാം തവണയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ത്യ സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റിന്റെ സന്ദർശനം ഇന്ത്യ-UAE ഉഭയകക്ഷി ബന്ധത്തിൽ നിർണായക വഴിത്തിരിവാകുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ-UAE ഉഭയകക്ഷി ബന്ധം വർദ്ധിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. മീഡിയ 1 ഡൽഹി. സിറിയയിൽ വെടിനിർത്തൽ കരാർ, സിറിയൻ ജനാധിപത്യ സേനയെ സിറിയൻ ഭരണത്തിൽ പൂർണ്ണമായി സംയോജിപ്പിക്കൽ എന്നിവയെ കുവൈറ്റ് സ്വാഗതം ചെയ്തു. സിറിയയിൽ സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കാൻ ഈ നടപടി സഹായിക്കുമെന്ന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. കരാറിലെത്താൻ അമേരിക്ക നടത്തിയ ശ്രമങ്ങളെയും പ്രശംസിച്ചു. സിറിയയുടെ പരമാധികാരം, സ്വാതന്ത്ര്യം, ഐക്യം, പ്രാദേശിക സമഗ്രത എന്നിവയ്ക്ക് കുവൈറ്റിന്റെ പൂർണ്ണ പിന്തുണയും മന്ത്രാലയം വ്യക്തമാക്കി. SIR-ൽ പാസ്പോർട്ട് പുതുക്കിയ പ്രവാസികളുടെ തലവേദന ഒഴിയുന്നില്ല. ഗൾഫിലെത്തി പാസ്പോർട്ട് പുതുക്കിയവരുടെ അപേക്ഷകൾ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് നാട് വിട്ടു എന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് സ്വീകരിക്കുന്നില്ല. ഇതുമൂലം 6A ഫോറം പൂരിപ്പിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് പ്രവാസികളിൽ പലരും. പുതിയ പാസ്പോർട്ടിന്റെ നമ്പർ ചേർക്കാൻ കഴിയാത്ത പ്രശ്നം കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഹരിച്ചത്. ഫോം 6A ഫിൽ ചെയ്യുമ്പോഴാണ് പുതിയൊരു എറർ ശ്രദ്ധയപ്പെടുന്നത്. 2000-ൽ UAE-ലെത്തിയ ഒരാളാണ് ഞാൻ. 2022-ൽ റീസെൻ്റ്ലി പാസ്പോർട്ട് റിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 ഡീറ്റെയിൽസും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ 2 കൊടുക്കണം. അതായത് എന്ന് നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലെത്തി, പിന്നെ റീസെൻ്റ്ലി നിങ്ങൾ പാസ്പോർട്ട് റിന്യൂ ചെയ്ത ഡേറ്റും അതിൻ്റെ എക്സ്പയറി ഡേറ്റും, ഇത് രണ്ടും മാച്ച് ആവാതെ, അതായത് നിങ്ങൾ എറർ മെസ്സേജ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്ത ഡേറ്റും മുന്നേ നിങ്ങൾ UAE-ലെത്തിയിരിക്കുന്നു എന്ന എറർ മെസ്സേജാണ് കിട്ടുന്നത്. സ്വാഭാവികമായിട്ട് 10 വർഷം കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും പാസ്പോർട്ട് റിന്യൂ ചെയ്യുമല്ലോ.
അതിന് മുന്നേ ഗൾഫിലെത്തിയവരുണ്ടാവും. ഈ 2 ഡേറ്റും മാച്ച് ആവാതെ അതൊരു എറർ മെസ്സേജ് ആയിട്ടാണ് പിന്നീട് വരുന്നത്. അത് കാരണം നമുക്ക് പിന്നീട് ആപ്ലിക്കേഷന് വേണ്ടി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. വിവരങ്ങളുമായി ഷിനോജ് ഷംസുദ്ദീൻ ചേരുകയാണ്. ഷിനോജ്, മീഡിയ വൺ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അല്ലെങ്കിൽ ആ വാർത്തയ്ക്ക് പിന്നാലെ പുതിയ പാസ്പോർട്ട് ഉള്ളവരുടെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത പ്രശ്നം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഹരിച്ചിരുന്നു. ഇപ്പോൾ പ്രവാസികൾ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്താണ്? ദിവ്യ, സ്വാഭാവികമായും വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിലെത്തിയവർ 10 വർഷം കൂടുമ്പോൾ അവരുടെ പാസ്പോർട്ട് പുതുക്കിയിട്ടുണ്ടാകും. നിരന്തരമായി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പാസ്പോർട്ടിൻ്റെ പേജ് തീർന്നതിനെ തുടർന്ന് അവർ പാസ്പോർട്ട് പുതുക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഈ വെബ്സൈറ്റിൽ വോട്ട് ചേർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്ന് പ്രവാസം തുടങ്ങി, എന്നാണ് വിദേശത്തെത്തിയത്, എന്നാണ് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തത് തുടങ്ങിയ വിവരങ്ങൾ വെബ്സൈറ്റ് ആരായുന്നുണ്ട്. നിലവിലെ പാസ്പോർട്ടിൻ്റെ ഇഷ്യൂ ഡേറ്റ് കൊടുക്കുമ്പോൾ പുതിയ പാസ്പോർട്ടിൻ്റെ ഇഷ്യൂ ഡേറ്റാണ് ചേർക്കുന്നത്. അത് ചേർത്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പാസ്പോർട്ട് എടുക്കുന്നതിന് മുമ്പേ വിദേശത്ത് എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ രാജ്യത്തില്ല എന്നുള്ള ഒരു വിവരമാണ്, എറർ മെസ്സേജാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് നൽകുന്നത്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ അടുത്ത നടപടിയിലേക്ക് പോകാനും ഈ പൂർണ്ണമായും 6A ഫോം പൂരിപ്പിച്ച് വോട്ടിന് അപേക്ഷിക്കാനും കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പ്രവാസികളുള്ളത്. പ്രത്യേകിച്ച് 20 വർഷമൊക്കെ പിന്നിട്ട പ്രവാസികൾക്കാണ് ഈ പ്രശ്നമുള്ളത്. ചുരുങ്ങിയത് 10 വർഷമെങ്കിലും കഴിഞ്ഞ എല്ലാ പ്രവാസികളും അവരുടെ പാസ്പോർട്ട് പുതുക്കിയിട്ടുണ്ടാകും. അതിനു മുമ്പേ, അതായത് പുതിയ പാസ്പോർട്ട് കിട്ടുന്നതിന് മുമ്പേ അവർ വിദേശത്ത് എത്തിയിട്ടുമുണ്ടാകും. അത്തരം പ്രവാസികൾക്കാണ് ഇപ്പോൾ വോട്ട് ചേർക്കാൻ കഴിയാത്തത്. അതേസമയം പുതിയ പ്രവാസികൾക്ക്, കഴിഞ്ഞ വർഷമോ മറ്റ് ഗൾഫിലെത്തിയ പ്രവാസികൾക്ക് ഈ പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം അവർ പുതിയ ഇഷ്യൂ ചെയ്ത പാസ്പോർട്ടിൽ തന്നെയായിരിക്കും ഗൾഫിലേക്ക് വന്നതും ആ പാസ്പോർട്ടിൻ്റെ നമ്പർ തന്നെയായിരിക്കും ചേർക്കുന്നതും. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് എത്തിയവർക്ക് ഇപ്പോൾ വോട്ടവകാശം ലഭിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്ന വിധമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ എറർ മെസ്സേജ് വരുന്നത്. ദിവ്യ, എന്ന് വെച്ചാൽ ഷിനോജ, ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ മറ്റൊരു പ്രശ്നം വരികയാണ്. ഒന്നിന് പിറകെ ഒന്നായി ഓരോ പ്രതിസന്ധി നേരിടേണ്ടി വരികയാണ് പ്രവാസികൾക്ക് അവരുടെ വോട്ടവകാശം ഉറപ്പാക്കാൻ. തീർച്ചയായും ഒരു പ്രശ്നം ഒഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ വരികയാണ്. പലപ്പോഴും ഇത് വെബ്സൈറ്റിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അത് കോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. കാരണം 2 ആൽഫബറ്റ് വരുമ്പോൾ പുതിയ പാസ്പോർട്ടിനെ സ്വീകരിക്കണമെന്നുള്ള വിവരം വെബ്സൈറ്റിന് അറിയുന്നില്ല. അതേപോലെ ഈ പ്രവാസികൾ പാസ്പോർട്ട് എടുത്തതിന് ശേഷം ഗൾഫിലേക്ക് എത്തുകയും പിന്നീട് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുകയും ചെയ്യും എന്നുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ ഈ വെബ്സൈറ്റിന് നൽകിയിട്ടില്ല. അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ അത്തരം കാര്യങ്ങൾ ചിന്തിച്ചിട്ടില്ല. അത് ചിന്തിച്ചുകൊണ്ടുമല്ല ഇതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും വോട്ടവകാശം നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇനിയും ദിവസങ്ങൾ അധികമല്ല ഈ നടപടികൾ പൂർത്തിയാക്കാൻ. അതിനു മുമ്പാണ് ഇവർ ഇത്തരമൊരു പുതിയ പാസ്പോർട്ടിൻ്റെ പ്രശ്നം കഴിഞ്ഞു. ഇനി നേരത്തെ പുതുക്കിയ പാസ്പോർട്ടിൽ തന്നെ അത് രേഖപ്പെടുത്തുമ്പോൾ അത് എറർ മെസ്സേജ് വന്നിട്ട് അത് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നത്. ദിവ്യ, യെസ്, പാസ്പോർട്ട് പുതുക്കിയ പ്രവാസികളാണ് ഇപ്പോൾ SIRൽ അപേക്ഷിക്കാൻ കഴിയാതെ പ്രതിസന്ധി നേരിടുന്നത്. വിശദാംശങ്ങളാണ് ഷിനോജ് ഷംസുദ്ദീൻ നൽകിയത്. SIRൽ പുതിയ പാസ്പോർട്ടുകാരുടെ പേര് ചേർക്കാൻ കഴിയാത്തത് പരിഹരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്യുന്നതിൽ നിയന്ത്രണമാണ് നീക്കിയത്. പാസ്പോർട്ടിൽ 2 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ വരുന്ന നമ്പർ ഉള്ളവർക്ക് നേരത്തെ അപേക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇക്കാര്യം മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് കമ്മീഷൻ വെബ്സൈറ്റിൽ മാറ്റം വരുത്തിയത്. മീഡിയ വൺ ഇംപാക്ട്. പുതിയ പാസ്പോർട്ടുകളിൽ 2 ഇംഗ്ലീഷ് അക്ഷരങ്ങളും ബാക്കി നമ്പറുകളും ചേർന്നതാണ് പാസ്പോർട്ട് നമ്പർ. ഇത്തരം പാസ്പോർട്ടുള്ള പ്രവാസികൾക്ക് SIRനായി അപേക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പഴയ പാസ്പോർട്ട് നമ്പറിന്റെ മാതൃകയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓപ്ഷൻ നൽകിയിരുന്നത്. പുതിയ പാസ്പോർട്ടുള്ള പ്രവാസികളുടെ പ്രയാസങ്ങൾ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ മാറ്റങ്ങൾ വരുത്തി. നിലവിൽ പഴയ പാസ്പോർട്ടുള്ളവർക്കും പുതിയ പാസ്പോർട്ടുള്ളവർക്കും അപേക്ഷിക്കാം. പുതിയ പാസ്പോർട്ടുള്ളവർക്ക് SIRൽ അപേക്ഷിക്കാൻ കഴിയാത്ത പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റും പ്രവാസി വ്യവസായിയുമായ K സൈനുൽ ആബിദീൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. മീഡിയ വൺ, പാലക്കാട്. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനലിസിമ പോരാട്ടത്തോടനുബന്ധിച്ച് ഫുട്ബോൾ ഫെസ്റ്റിവലുമായി ഖത്തർ. അർജന്റീന, സ്പെയിൻ ടീമുകൾക്ക് പുറമെ ഈജിപ്ത്, സൗദി, സെർബിയ, ഖത്തർ ടീമുകളും ഫെസ്റ്റിൽ പങ്കെടുക്കും.
അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകും. അബ്ബാസ്, ഏതൊക്കെ ടീമുകളാണ് ആ ഫെസ്റ്റിൽ അണിനിരക്കാൻ പോകുന്നത്? ദിവ്യ, ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടമാണ് ഫൈനലിസം എന്ന് പറയുന്നത്. അഥവാ യൂറോപ്യൻ ചാമ്പ്യന്മാരും അതുപോലെ സൗത്ത് അമേരിക്കൻ ചാമ്പ്യന്മാരും തമ്മിൽ ഈ പോരാട്ടത്തിന് വേണ്ടിയിട്ട് ഫുട്ബോൾ ലോകം ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു നിമിഷം കൂടിയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ ഒരു പോരാട്ടം കാണാൻ വേണ്ടി മാത്രം ഖത്തറിലെത്തിയിരിക്കുന്നത്. അത് ഫൈനലിസം പോരാട്ടം നടക്കുന്നത് മാർച്ച് 27 ലുസൈൽ സ്റ്റേഡിയത്തിലാണ്. ലുസൈൽ സ്റ്റേഡിയം നമുക്കറിയാം, ഈ 2022 ലോകകപ്പിൻ്റെ ഫൈനൽ പോരാട്ടം നടന്ന ഐക്കോണിക് സ്റ്റേഡിയമാണ്. ഈ മത്സരത്തോടനുബന്ധിച്ചാണ് ഒരു ഫുട്ബോൾ ഫെസ്റ്റിവൽ ഇവിടുത്തെ ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഫുട്ബോളിൻ്റെ ഒരു ഉത്സവം തന്നെ ഇതിനോടനുബന്ധിച്ച് ഫൈനലിസിമ പോരാട്ടത്തോടനുബന്ധിച്ച് ഖത്തറിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. മാർച്ച് 26 മുതലാണ് മാർച്ച് 31 വരെയാണ് ഈ ഫുട്ബോൾ ഫെസ്റ്റിൻ്റെ സമയമെന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും മാർച്ച് 26 ഈജിപ്തും സൗദി അറേബ്യയും അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. അതുപോലെ അതേ ദിവസം തന്നെ ഖത്തറും സെർബിയയും തമ്മിലുള്ള പോരാട്ടമുണ്ട്. ജാസിബ് ബിൻ അഹമ്മദ് സ്റ്റേഡിയത്തിലാണ്. തൊട്ടടുത്ത ദിവസം ഈജിപ്ത് സ്പെയിനുമായി ലുസൈൽ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. മാർച്ച് 30 സൗദി അറേബ്യയും സെർബിയയും തമ്മിൽ ജാസിബ് ബിൻ അഹമ്മദ് സ്റ്റേഡിയത്തിൽ മത്സരിക്കും. ഇതുപോലെ ഖത്തർ അർജന്റീന പോരാട്ടം മാർച്ച് 31 ലുസൈൽ സ്റ്റേഡിയത്തിലുണ്ട്. ഇങ്ങനെ ഇത്രയും മത്സരങ്ങളാണ് ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി പുറത്തുവിട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഫുട്ബോൾ എന്ന് പറയുന്നത് നിലവിൽ ഈ കഴിഞ്ഞ വർഷം അണ്ടർ-17 ലോകകപ്പ് കഴിഞ്ഞു, അതുപോലെ ഫിഫ അറബ് കപ്പ് കഴിഞ്ഞു. ഇങ്ങനെ ഈ വർഷം ഫുട്ബോളിൻ്റെ ഒരു വലിയ മാമാങ്കം തന്നെ ഈ ഖത്തറിൽ നടക്കുകയുണ്ടായി. ഇതിനോടനുബന്ധിച്ചാണ് ഇനിയിപ്പോൾ ഫൈനലിസിമ പോരാട്ടത്തോട് ഫുട്ബോൾ ഫെസ്റ്റ് കൂടി വരുന്നത്. ഈ GCCയിൽ നിന്നും അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രങ്ങൾ അതിൻ്റെ ഭാഗമാകുന്നു. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം, ഖത്തറിലെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഫുട്ബോൾ സീസൺ കൂടി ആരംഭം കുറിക്കുകയാണ് ഫൈനലിസിമ പോരാട്ടം. ലോകത്തുടനീളമുള്ള ഫുട്ബോൾ ആരാധകർക്ക് ആവേശമാണ്. ലോകത്തുടനീളമുള്ള ആളുകൾ അതിനുവേണ്ടി ടിക്കറ്റ് എടുക്കാൻ കാത്തു നിൽക്കുന്നുണ്ട്. ഫെബ്രുവരി അവസാനത്തോടു കൂടി 25 കൂടെ ഇതുമായി ബന്ധപ്പെട്ട ടിക്കറ്റുകൾ ലഭ്യമാകും. അതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഫുട്ബോളിൻ്റെ അടുത്ത ഒരു കാൽപന്തിൻ്റെ വലിയ മാമാങ്കത്തിലേക്കുള്ള അടുത്ത ചൂടുകൂടി ഇവിടുത്തെ ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദിവ്യ, എന്തായാലും ഖത്തറിലെ ഫുട്ബോൾ ആരാധകർക്ക് ആവേശകരമായ ഒരു പോരാട്ടം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അധികാരികൾ. വിശദാംശങ്ങളാണ് അബ്ബാസ് മുഹമ്മദ് നൽകിയത്. സൗദിയിൽ മാർക്കറ്റിംഗ് സെയിൽസ് തസ്തികകളിലെ സ്വദേശീവൽക്കരണ അനുപാതം ഉയർത്തി. സ്വദേശീവൽക്കരണ തോത് 60% ഉയർത്തിയത്. നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിലായി. 3 അതിൽ കൂടുതലും ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ ഈ നിബന്ധന പാലിക്കണം. മാർക്കറ്റിംഗ് സെയിൽസ് തസ്തികകളിൽ സ്വദേശിവൽക്കരണം ഉയർത്തി സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം. നിലവിലെ അനുപാതം 60% ഉയർത്തിയത്. സ്വകാര്യ മേഖലയിലെ സ്വദേശി സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. മാർക്കറ്റിംഗ് മാനേജർ, പരസ്യ ഏജന്റ്, ഗ്രാഫിക് ഡിസൈനർ, പബ്ലിക് റിലേഷൻസ് സ്പെഷ്യലിസ്റ്റ് തുടങ്ങി 10ഓളം തസ്തികകൾ മാർക്കറ്റിംഗ് വിഭാഗത്തിലും, സെയിൽസ് മാനേജർ, റീറ്റെയിൽ, ഹോൾസെയിൽ പ്രതിനിധികൾ തുടങ്ങിയവ സെയിൽസ് വിഭാഗത്തിലും സ്വദേശിവൽക്കരണത്തിൽ ഉൾപ്പെടുത്തിയവയിൽ ഉൾപ്പെടും. മാർക്കറ്റിംഗ് തസ്തികകളിൽ കുറഞ്ഞ വേതനം 5500 റിയാലായും നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ പ്രാബല്യത്തിലായ നിയമം 3 അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം ബാധകമായിരിക്കും. നിയമം നടപ്പിലാക്കുന്നതിന് മുൻപായി സ്ഥാപനങ്ങൾക്കാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ 3 മാസത്തെ സാവകാശവും അനുവദിച്ചിട്ടുണ്ട്. ഇക്കാലയളവിൽ നിശ്ചിത ശതമാനം സ്വദേശികളെ നിയമിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. ഒമാനിലെത്തുന്ന വിദേശ സന്ദർശകരുടെ എണ്ണത്തിൽ വർധന. 2025 18% വർധനവാണ് രേഖപ്പെടുത്തിയത്. സന്ദർശകരുടെ എണ്ണത്തിൽ ഇന്ത്യക്കാർ മുൻനിരയിലുണ്ട്. ഈ കാലയളവിൽ 6 ലക്ഷത്തിൽ കൂടുതൽ ഇന്ത്യക്കാരാണ് ഒമാനിലെത്തിയത്. ഒമാൻ വിനോദസഞ്ചാരികളുടെ ഇഷ്ടയിടമായി മാറുകയാണ്. സുൽത്താനേറ്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുന്ന മേഖലയും ടൂറിസമാണ്. ഒമാനിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയതായി നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു. 2025 നവംബർ അവസാനം വരെയുള്ള കാലയളവിൽ സന്ദർശകരുടെ എണ്ണത്തിൽ 2024 അപേക്ഷിച്ച് 18% വർധനവാണ് ഉണ്ടായത്. ഇന്ത്യക്കാരും UAE സ്വദേശികളുമാണ് ഒമാനിലെത്തുന്ന ടൂറിസ്റ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഈ കാലയളവിൽ 6,07,789 ഇന്ത്യക്കാരാണ് ഒമാനിലെത്തിയത്. വിനോദസഞ്ചാര മേഖലയിലെ ഈ ഉണർവ് ഹോട്ടൽ വ്യവസായത്തിലും ഗുണകരമാകുന്നുണ്ട്. ഹോട്ടൽ അതിഥികളുടെ എണ്ണത്തിൽ 10.9% വളർച്ചയും രേഖപ്പെടുത്തുന്നു. ഒമാൻ ഇന്ത്യയിൽ സംഘടിപ്പിച്ച ടൂറിസം ക്യാമ്പയിനും
സഞ്ചാരികളുടെ ഒഴുക്കിന് കാരണമായിട്ടുണ്ട്. ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയമാണ് ഇന്ത്യയിൽ ടൂറിസം വർക്ക്ഷോപ്പ് ഒരുക്കിയത്. മീഡിയ 1 മസ്കത്ത്. കുവൈറ്റിലെ സ്കൂളുകളിലെ അറ്റകുറ്റപ്പണികളും വികസന പ്രവർത്തനങ്ങളും അംഗീകൃത സാങ്കേതിക മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്ന് ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം നിയന്ത്രണം ശക്തമാക്കി. പുതുതായി ഇട്ട അസ്ഫാൾട്ടിൽ അനധികൃത ഇടപെടലുകൾ കണ്ടെത്തിയതോടെ ലംഘനങ്ങൾ ഉടൻ നീക്കം ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി ജലാൽ അൽ തബ്തബായി നിർദ്ദേശം നൽകി. ലംഘനം കണ്ടെത്തിയ സ്കൂളുകളെ അന്വേഷണത്തിന് റഫർ ചെയ്യാനും ഉത്തരവാദികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും മന്ത്രി ഉത്തരവിട്ടു. കുവൈറ്റിലെ സ്വകാര്യ റെസിഡൻഷ്യൽ ഏരിയകളിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളുകളുടെ അംഗീകാരവും ലൈസൻസും റദ്ദാക്കുന്നതിനുള്ള സമയപരിധി 2027-2028 അധ്യയന വർഷമായി നിശ്ചയിച്ചു. 2025 ഡിസംബർ 8 മുനിസിപ്പൽ കൌൺസിൽ തീരുമാനത്തിന് മുനിസിപ്പൽ കാര്യ സഹമന്ത്രിയും ഭവനകാര്യ സഹമന്ത്രിയുമായ എഞ്ചിനീയർ അബ്ദുൽ ലത്തീഫ് അൽ മഷാരി അംഗീകാരം നൽകി. വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂളുകൾക്കായി ബദൽ സ്ഥലങ്ങൾ കണ്ടെത്തൽ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഒഴിപ്പിക്കൽ നടപടി നടപ്പാക്കുകയുള്ളൂ എന്നാണ് റിപ്പോർട്ട്. വാർത്തയിലേക്ക്. സൗദിയിലെ അൽ ജൗഫിൽ പുതിയ വിമാനത്താവളം. പ്രതിവർഷം 16 ലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ പാകത്തിൽ വികസിപ്പിച്ചതാണ് പുതിയ വിമാനത്താവളം. 16 ചെക്ക് ഇൻ കൗണ്ടറുകളും 11 എയറോ ബ്രിഡ്ജുകളും വിമാനത്താവളത്തിലുണ്ട്. സൗദിയിലെ പുരാതന ചരിത്ര പ്രദേശം ഉൾപ്പെടുന്നതാണ് അൽ ജൗഫ് പ്രവിശ്യ. ഇവിടെയുള്ള സഖാക്കിക്കും ദോമയ്ക്കുമിടയിലാണ് പുതുക്കിയ അന്താരാഷ്ട്ര വിമാനത്താവളം തുറന്നത്. 24,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ളതാണ് പുതിയ പാസഞ്ചർ ടെർമിനൽ. വിമാനത്താവളം ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രി സാലിഹ് അൽ ജാസർ ഉദ്ഘാടനം ചെയ്തു. 11 ഡിപ്പാർച്ചർ അറൈവൽ ഗേറ്റുകൾ, 16 സ്മാർട്ട് ചെക്ക് ഇൻ കൗണ്ടറുകൾ, 7 സ്മാർട്ട് ഗേറ്റുകൾ, 5 ഡ്യുവൽ പാസ്പോർട്ട് കൺട്രോൾ കൗണ്ടറുകൾ എന്നിവ സേവനത്തിനുണ്ടാകും. ലോജിസ്റ്റിക് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ലക്ഷ്യമിട്ട് 470 മീറ്റർ നീളത്തിൽ ബാഗേജ് ബെൽറ്റുകളുമുണ്ട്. കുട്ടികൾക്കുള്ള മിനി പാർക്ക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും പുതിയ വിമാനത്താവളത്തിൽ ലഭിക്കും. 7 റൂട്ടുകളിലാണ് ഇവിടെ നിന്ന് നിലവിൽ അന്താരാഷ്ട്ര ഡൊമസ്റ്റിക് സർവീസ് ഉള്ളത്. സീസൺ സമയങ്ങളിൽ ഇത് വർദ്ധിക്കും. മീഡിയ 1 ജിദ്ദ. ഒമാനിൽ വാഹനങ്ങളുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ പ്രകൃതി ദുരന്തവും ഉൾപ്പെടുത്താൻ ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി പ്രകൃതി ദുരന്തം കാരണമായുള്ള നാശനഷ്ടങ്ങൾക്ക് ഓരോ വാഹനത്തിനും 5,000 റിയാൽ വരെ നഷ്ടപരിഹാരമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഏകീകൃത മോട്ടോർ ഇൻഷുറൻസ് പോളിസി മാതൃകയിൽ പുതിയ ഭേദഗതികൾ FSA അംഗീകരിച്ചു. സമീപ വർഷങ്ങളിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ വർദ്ധിച്ചതിനാലാണ് പ്രകൃതി ദുരന്തങ്ങൾ തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ ഭാഗമാക്കിയതെന്ന് FSA അധികൃതർ പറഞ്ഞു. പുതിയ ഭേദഗതി അനുസരിച്ച് പ്രകൃതി ദുരന്തം കാരണമായുള്ള നാശനഷ്ടങ്ങൾക്ക് ഓരോ വാഹനത്തിനും 5,000 റിയാൽ വരെ നഷ്ടപരിഹാരമായി നിശ്ചയിച്ചിട്ടുണ്ട്. കിഴിവുകൾക്ക് ശേഷമുള്ള തുകയായിരിക്കും ഇത്. പൂർണ്ണനഷ്ടം, നിർമ്മാണാത്മക പൂർണ്ണനഷ്ടം, ഭാഗിക നഷ്ടം എന്നിവയ്ക്ക് കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനി അറ്റകുറ്റപ്പണി നടത്തുന്നതിന് പകരം അപകടങ്ങളുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങൾക്ക് പണം നഷ്ടപരിഹാരമായി പോളിസി ഉടമകൾക്ക് ലഭിക്കാനുള്ള വകുപ്പും ഈ പരിഷ്കരണത്തിലുണ്ട്. ഏറ്റവും കുറഞ്ഞ റിപ്പയർ കൊട്ടേഷൻ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നഷ്ടപരിഹാരം. മാത്രവുമല്ല 2 ഇൻസ്റ്റാൾമെന്റുകളായിട്ടായിരിക്കും ലഭിക്കുക. റിപ്പയറിന് മുമ്പ് 70%, ശേഷം 30% ലഭിക്കും. കൺസ്യൂമബിൾ സ്പെയർ പാർട്സുകളുടെ ലിസ്റ്റും വിപുലീകരിച്ചിട്ടുണ്ട്. 37 ഇനങ്ങളാണ് വർദ്ധിപ്പിച്ചത്. ഭേദഗതി പ്രസിദ്ധീകരിച്ച ശേഷം 30 ദിവസമാണ് മാറ്റങ്ങൾ നടപ്പാക്കാൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് അനുവദിച്ച സമയപരിധി. അപകടത്തിന് മുമ്പുള്ള വാഹനത്തിന്റെ വിപണി മൂല്യം അനുസരിച്ചാണ് നഷ്ടപരിഹാരം ഉണ്ടാവുക. FSA ലൈസൻസുള്ള നഷ്ടം കണക്കാക്കുന്നവർ വിശകലനം നടത്തിയാണ് നഷ്ടപരിഹാരം നൽകുക. മീഡിയ 1 മസ്കത്ത്. വാഹനം റിപ്പയർ ചെയ്തതിൽ പിഴവ് വരുത്തിയതിന് ഒമാനിൽ സ്ഥാപനത്തിനും ഉടമയ്ക്കും 100 റിയാൽ വീതം പിഴ വിധിച്ചു കോടതി. വടക്കൻ ഷർഖിയ ഗവർണറേറ്റിലെ വർക്ക്ഷോപ്പിനാണ് കോടതി ശിക്ഷ വിധിച്ചത്. ഗവർണറേറ്റിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വകുപ്പിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വാഹനത്തിലെ കേടുപാടുമായി ബന്ധപ്പെട്ട് ഷോപ്പിനെ സമീപിച്ച ഉപഭോക്താവിനോട് എഞ്ചിൻ മാറ്റിവെക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. എഞ്ചിൻ മാറ്റിയ ശേഷവും വാഹനത്തിലെ കേടുപാട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തങ്ങൾ ഉത്തരവാദികളല്ലെന്നാണ് ഷോപ്പ് ഉടമ അറിയിച്ചത്. ഇതിനെ തുടർന്നാണ് ഉപഭോക്താവ് പരാതി നൽകിയത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമത്തിലെ ആർട്ടിക്കിൾ 39 പ്രകാരം സേവനം നൽകുന്നതിലെ പിഴവ് സംബന്ധിച്ച് ശിക്ഷ വിധിക്കുകയായിരുന്നു. ജിദ്ദ നഗരത്തിലെ പ്രധാന ലാൻഡ്മാർക്കായിരുന്ന ക്യാമൽ റൗണ്ട് അബൌട്ട് നീക്കം ചെയ്യുന്നു. നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറക്കുന്നത് ലക്ഷ്യമിട്ടാണ് നഗരസഭയുടെ നടപടി. അബ്ഹൂർ മേഖലയിലെ ഒട്ടക ശില്പങ്ങൾ ഉൾക്കൊള്ളുന്ന പഴയ റൗണ്ട് ജിദ്ദയിൽ ഏറെ പ്രശസ്തമാണ്. സൗദി കലാകാരനായ റാബി അൽ അഖ്റസ് രൂപകൽപ്പന ചെയ്ത ഒട്ടക ശില്പങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കും. റൗണ്ട് അബൌട്ടിന് പകരം അത്യാധുനിക ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കാനാണ് മുനിസിപ്പാലിറ്റി ലക്ഷ്യമിടുന്നത്. ദുബായ് റോഡുകളിലേക്ക് പൊതുഗതാഗതത്തിനായി 250 പുതിയ ബസ്സുകൾ എത്തുന്നു. ഓർഡർ ചെയ്ത 735 ബസ്സുകളിലെ ആദ്യ ബാച്ചാണ് ഈ 280 ബസ്സുകളെന്ന് RTA അധികൃതർ പറഞ്ഞു.
40 ഇലക്ട്രിക് ബസ്സുകളും ഇതിൽ ഉൾപ്പെടും. ബാക്കി ബസ്സുകൾ ഈ വർഷം തന്നെ ദുബായിലെത്തുമെന്ന് RTA അറിയിച്ചു. ഒറ്റ ചാർജിൽ 280 കിലോമീറ്റർ സഞ്ചരിക്കുന്നവയാണ് പുതിയ ഇലക്ട്രിക് ബസ്സുകൾ. ഒരേ സമയം 70 യാത്രക്കാർക്ക് സഞ്ചരിക്കാം. യാത്രക്കാരെയും ഡ്രൈവറെയും നിരീക്ഷിക്കുന്ന ക്യാമറ, വൈഫൈ തുടങ്ങിയ സംവിധാനങ്ങൾ ഇതിലുണ്ട്. സൗദിയിൽ ഷാബാൻ മാസത്തിന് നാളെ തുടക്കമാകും. സൗദി സുപ്രീം കോടതിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ റമദാനിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് ആരംഭിച്ചു. ഞായറാഴ്ച വൈകുന്നേരം മാസപ്പിറവി ദൃശ്യമാകാത്ത സാഹചര്യത്തിലാണ് സുപ്രീം കോടതി പ്രഖ്യാപനം. റമദാൻ മാസം 30 പൂർത്തിയാക്കി ഷാബാൻ മാസത്തിന് നാളെ തുടക്കമാകും. റമദാൻ മാസത്തിന് തൊട്ടു മുമ്പുള്ള അറബ് മാസമാണ് ഷാബാൻ. പ്രവാചകൻ ഏറെ ശ്രേഷ്ഠതയോടെ കണ്ടിരുന്ന മാസങ്ങളിൽ ഒന്ന്. ഫെബ്രുവരി 18 19 റമദാൻ മാസം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലാണ് റമദാൻ വ്രതം ആരംഭിക്കുക. കേരളത്തിലും ഷാബാന് നാളെ തുടക്കമാകും. റമദാന് മുന്നോടിയായി ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിന് കീഴിൽ രാജ്യത്തുടനീളം പള്ളികളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇരുഹറം കാര്യാലയത്തിന് കീഴിൽ മക്ക മദീന ഹറമുകളിലെ റമദാൻ ഒരുക്കങ്ങൾ നേരത്തെ തുടങ്ങിയിരുന്നു. ഹറമുകളിലെ ഇഫ്താർ ഒരുക്കുന്ന നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. സാബിത് സലീം, മീഡിയ 1, മക്ക. ലോകത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള സർക്കാരിന്റെ പട്ടികയിൽ UAE ഒന്നാമത്. ന്യൂയോർക്ക് ആസ്ഥാനമായ എഡൽമാൻ ട്രസ്റ്റ് സൂചികയിലാണ് UAE ആഗോളതലത്തിൽ 1ാം സ്ഥാനത്തെത്തിയത്. UAE പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇക്കാര്യം അറിയിച്ചത്. വിശ്വാസം ഒറ്റ രാത്രി കൊണ്ട് കെട്ടിപ്പടുക്കുന്നതല്ലെന്നും വാഗ്ദാനങ്ങൾ പാലിച്ചും നിയമങ്ങൾ സമഗ്രമാക്കിയും ജനങ്ങളോടുള്ള ബഹുമാനം നിലനിർത്തിയും നേടുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിരവധി രാജ്യങ്ങളിൽ സർവേ നടത്തിയാണ് പട്ടിക തയ്യാറാക്കിയത്. നിക്ഷേപ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുതിയ ചട്ട ഭേദഗതികളെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാൻ കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഫർവാനിയയിൽ ഫീൽഡ് ടൂർ നടത്തി. മുനിസിപ്പൽ നിയമങ്ങളെക്കുറിച്ചുള്ള പൊതുജനബോധം വർദ്ധിപ്പിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു. ഇത്തരം ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എല്ലാ ഗവർണറേറ്റുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി. കേരളത്തിൽ നിന്നുള്ള കോഴികളുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതിക്ക് നിരോധനം ഏർപ്പെടുത്തി ഒമാൻ. രാജകീയ ഉത്തരവ് പ്രകാരം പുറപ്പെടുവിച്ച വെറ്റിനറി ക്വാറന്റൈൻ നിയമവും എക്സിക്യൂട്ടീവ് റെഗുലേഷനുകളും അടിസ്ഥാനമാക്കിയാണ് തീരുമാനം. യോഗ്യതയുള്ള വെറ്റിനറി അധികാരികളിൽ നിന്നുള്ള ശുപാർശകളുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. പൊതുജനാരോഗ്യവും മൃഗാരോഗ്യ സുരക്ഷയും ഉറപ്പാക്കാനുള്ള മുൻകരുതൽ നടപടിയാണിതെന്ന് മന്ത്രാലയം അറിയിച്ചു. നിരോധനത്തിന്റെ കാരണങ്ങൾ നീങ്ങുന്നതുവരെ വിലക്ക് തുടരുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. പ്രോസസ് ചെയ്ത ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ബാധകമല്ല. സുഗന്ധ വ്യാപാര സ്ഥാപനമായ ഫ്രാഗ്രൻസ് വേൾഡ് 150 രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചതിന്റെ ആഘോഷം ദുബായ് എക്സ്പോ സിറ്റിയിൽ നടന്നു. ഡ്രോൺ ഷോ ഉൾപ്പെടെ വർണ്ണാഭമായ കാഴ്ചകൾ ഒരുക്കിയ ആഘോഷത്തിൽ നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയായി എത്തി. മലയാളത്തിൽ പറയുമ്പോൾ പോളണ്ടിനെ പറ്റി ഒന്നും പറയാൻ പാടില്ല എന്നാണ്. പക്ഷേ പോളണ്ട് മൂസയെ പറ്റി എന്തും പറയാം. പോളണ്ട് മൂസ എന്നറിയപ്പെടുന്ന മലപ്പുറം വളാഞ്ചേരി എടയൂർ സ്വദേശി മൂസ ഹാജി ദുബൈയിൽ തുടക്കമിട്ട സ്ഥാപനമാണ് ഫ്രാഗ്രൻസ് വേൾഡ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ച സ്ഥാപനത്തിൻ്റെ ചരിത്രവും ജീവിക്കാൻ കുഞ്ഞുനാളിൽ നാടുവിടേണ്ടി വന്ന പോളണ്ട് മൂസ എന്ന വ്യക്തിയുടെ ചരിത്രവും അനാവരണം ചെയ്യുന്നതായിരുന്നു ദുബായ് എക്സ്പോ സിറ്റിയിലെ ആഘോഷ പരിപാടികൾ. ആഘോഷത്തിൻ്റെ ലോഗോയും സ്ഥാപനത്തിൻ്റെ ചരിത്രവും ഡ്രോൺ ഷോയിലൂടെ വാനിൽ തെളിഞ്ഞു. സിനിമാ കഥ പോലെ തോന്നിപ്പിക്കുന്ന പോളണ്ട് മൂസയുടെ ജീവിതകഥ അടിസ്ഥാനമാക്കി നിർമ്മിച്ച കുഞ്ഞോൻ എന്ന ഡോക്യു ഫിക്ഷൻ ചടങ്ങിൽ ആദ്യമായി പ്രദർശിപ്പിച്ചു. He was telling me his real story. I actually wanted to make that into a film. But unfortunately myself, he has made that film and he acted himself. So my chance is gone. പോളണ്ട് മൂസയുടെ ജീവചരിത്രം ആസ്പദമാക്കി സെബിൻ പൗലോസ് രചിച്ച ഫ്രാഗ്രൻസ് ഓഫ് ലെഗസി എന്ന പുസ്തകവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. 1988 പോളണ്ടിൽ മൂസയുടെ ബിസിനസ്സിന് ആദ്യ പിന്തുണ നൽകിയ പോളിഷ് വനിത എലിസബത്ത്, വിദേശ ഓർഡർ നൽകിയ ബൾഗേറിയക്കാരി ലിലിയ പെട്രോവ, റഷ്യക്കാരൻ കോൺസ്റ്റിൻ വാസ്നിക്കോ, പതിറ്റാണ്ടുകളായി ഒപ്പം നിൽക്കുന്ന അസർബൈജാൻ സ്വദേശി റാഷിദ് ഷഹവർഡീവ് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന 1000-ഓളം തൊഴിലാളികൾ പങ്കെടുത്ത പരേഡും എക്സ്പോ സിറ്റിയിൽ നടന്നു.
CEO PV സലാം, ജോയിന്റ് CEO PV സഫീർ, ലബീബ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. അന്താരാഷ്ട്ര കടൽ സുരക്ഷാ പ്രതിരോധ സമ്മേളനം ഡിംടെക്സിന് ദോഹയിൽ തുടക്കം. ഖത്തർ അമീർ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. ഡിംടെക്സിന്റെ 7ാം പതിപ്പാണ് ഇത്തവണത്തേത്. ഖത്തർ സായുധ സേന സംഘടിപ്പിക്കുന്ന 4 ദിവസം നീണ്ട കോൺഫറൻസിന് ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററാണ് വേദിയാകുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം സമുദ്ര സുരക്ഷാ മേഖലയിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും അമീർ നോക്കിക്കണ്ടു. കപ്പൽ നിർമ്മാണം, ആശയവിനിമയ സംവിധാനങ്ങൾ, റഡാർ, മിസൈലുകൾ, കടൽ മൈനുകൾ, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ മേഖലകളിലെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ അമീർ നിരീക്ഷിച്ചു. 200-ലധികം പ്രാദേശിക അന്തർദേശീയ കമ്പനികൾ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് നേവൽ കമാൻഡേഴ്സ് കോൺഫറൻസ്, വിദേശ കപ്പലുകളുടെ ആഗമനം, VIP പ്രതിനിധികളുടെ കൂടിക്കാഴ്ചകൾ എന്നിവ ഡിംടെക്സിന്റെ ഭാഗമായി നടക്കും. ജനുവരി 20 മുതൽ 22 വരെ പ്രത്യേക വർക്ക്ഷോപ്പുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. മീഡിയ 1 ദോഹ. കുവൈറ്റിൽ വരും ദിവസങ്ങളിലും തണുപ്പ് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൊവ്വാഴ്ച വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും തുറന്ന പ്രദേശങ്ങളിൽ പൊടിപടലവും കടൽ തിരമാല ഉയരാനുമിടയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി. താപനില പരമാവധി 20 മുതൽ 22 ഡിഗ്രി വരെയും കുറഞ്ഞത് 7 മുതൽ 10 ഡിഗ്രി വരെയും എത്തുമെന്നാണ് പ്രവചനം. ചില തീരദേശ മേഖലകളിൽ രാത്രിയിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ട്. ബഹ്റൈനിൽ തണുപ്പ് ശക്തമായി. താപനില 11 ഡിഗ്രി സെൽഷ്യസിലേക്ക് നീങ്ങുന്നു. രാജ്യത്തെ മിക്ക കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിലും കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്ത് തണുപ്പ് തുടരുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പുലർച്ചെ യാത്ര ചെയ്യുന്നവർ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഷാർജയിൽ കണ്ണൂർ സ്വദേശിയെ കടലിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ കുറ്റ്യാട്ടൂർ സ്വദേശി ഷാബുവാണ് മരിച്ചത്. ഒരാഴ്ച മുൻപേ ഷാബുവിനെ കാണാതായിരുന്നു. അന്വേഷണം പുരോഗമിക്കവെയാണ് ജുബൈൽ ബീച്ചിൽ നിന്നും മൃതദേഹം കണ്ടെത്തുന്നത്. അജ്മാനിലെ താമസ സ്ഥലത്തു നിന്ന് സുഹൃത്തുക്കളെ കാണാനായി പുറപ്പെട്ടതായിരുന്നു ഇദ്ദേഹം. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഖത്തറിലെ ഇൻലാൻഡ് സീയിൽ മീൻ പിടിക്കാനിറങ്ങിയ 2 മലയാളി യുവാക്കൾ മുങ്ങി മരിച്ചു. പത്തനംതിട്ട അടൂർ സ്വദേശി ജിത്തു അനിൽ മാത്യു, കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി കനേഷ് കാർത്തികേയൻ എന്നിവരാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം മീൻ പിടിക്കാനിറങ്ങിയതായിരുന്നു ഇരുവരും. അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയർന്നതോടെ ഇരുവരും അപകടത്തിൽപ്പെടുകയായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഇന്ന് രാത്രി നാട്ടിലേക്ക് കൊണ്ടുപോകും. സൗദിയിലെ ദാക്കർ റാലി കിരീട നേട്ടത്തിൽ മീഡിയ 1നോട് സന്തോഷം പങ്കുവച്ച് ചാമ്പ്യനായ നാസർ അൽ അതിയ. യാംബുവിൽ നടന്ന ദാക്കർ റാലിയുടെ സമാപന ആഘോഷ പരിപാടികളിൽ താരങ്ങൾ സംബന്ധിച്ചു. അതിവിശാലമായ സ്റ്റേജിലേക്ക് ഓരോ ദാക്കർ ജേതാവും തങ്ങളുടെ റേസിംഗ് വാഹനം ഓടിച്ചു കയറ്റിയപ്പോൾ വാഹനങ്ങളുടെ ഇരമ്പലിനൊപ്പം ആരാധകരുടെ കരഘോഷവും ഒപ്പം ഫയർ ഡാൻസ് അടക്കമുള്ള കലാപരിപാടികളും. സമാപന ദിനത്തിൽ ഏറ്റവും തിളങ്ങിയത് ഡാസിയ ടീം താരം ഖത്തറിന്റെ നാസർ അൽ അതിയ തന്നെ. മണലാരണ്യത്തിലെ വേഗരാജാവ് 6ാം തവണയാണ് ദാക്കർ റാലിയിൽ കിരീടം ചൂടിയത്. ലോകത്തിലെ വിവിധ മാധ്യമങ്ങൾക്കൊപ്പം മീഡിയ 1 പ്രേക്ഷകർ നൽകിയ പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. ഒപ്പം മീഡിയ 1 സംപ്രേഷണം ചെയ്ത ദാക്കർ വാർത്തകൾ അദ്ദേഹം മൊബൈൽ ഫോണിലൂടെ നോക്കിക്കാണുക കൂടി ചെയ്തു. സ്റ്റേജിൽ ഖത്തറിന്റെ ദേശീയ പതാകയോടൊപ്പം സൗദിയുടെ പതാകയും പുതച്ചത് ഐക്യദാർഢ്യം കൂടിയായിരുന്നു. പ്രിൻസ് ഖാലിദ് ബിൻ സുൽത്താൻ അൽ ഫൈസലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ആഘോഷം. നിയാസ് യൂസഫ്, മീഡിയ 1, യാംബു. യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ ബസേലിയോസ് ജോസഫിന് ഖത്തറിൽ ഊഷ്മള സ്വീകരണം. വിവിധ സഭകളുടെയും പ്രവാസി സമൂഹത്തിന്റെയും പങ്കാളിത്തത്തോടെയായിരുന്നു പരിപാടി. അബു ഹമൂറിലെ കോപ്റ്റിക് ചർച്ച് കോൺഫറൻസ് ഹാളിലായിരുന്നു ചടങ്ങുകൾ. ഖത്തറിലെ ഇന്ത്യൻ അംബാസഡർ വിപുൽ, ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടർ മറിയം നാസർ അൽ ഹൈൽ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ആർച്ച് ബിഷപ്പ് അരിസ്റ്റോവുലോസ്, കോപ്റ്റിക് സഭയിലെ ഫാദർ ബൗലോസ് നസർ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. യാക്കോബായ സുറിയാനി സഭയുടെ മിലിത്തിയോസ് യുഹാനോൻ മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള സാംസ്കാരിക ബന്ധത്തിന്റെ അടയാളമാണ് സ്വീകരണമെന്ന് ഇന്ത്യൻ അംബാസഡർ പറഞ്ഞു. In this context, I would like to underscore
that the historic and friendly relations between India and Qatar have continued to strengthen and deepen over the past years. വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക ധാരണകൾക്ക് ഖത്തർ നൽകിയ പിന്തുണ എടുത്തു പറയുന്നതായിരുന്നു മറിയം നാസർ അൽ ഹൈലിന്റെ പ്രസംഗം. Played by the church leadership and their communities in contributing the social cohesion and cultural understanding. വാദ്യഘോഷങ്ങളോടെയാണ് ശ്രേഷ്ഠ ബാവയെ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചത്. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള ആളുകളുടെ പങ്കാളിത്തം സ്വീകരണത്തെ വേറിട്ടതാക്കി. നൂറുകണക്കിന് വിശ്വാസികളും ബാവയെ കേൾക്കാനെത്തിയിരുന്നു. മീഡിയ 1 ദോഹ. സംസ്കൃതി ഖത്തറിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. രാജ്യസഭാ MP ഡോക്ടർ വി ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സമ്മേളനവും അരങ്ങേറി. സംസ്കൃതിയുടെ ഒരു വർഷത്തിലധികം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്കാണ് തിരശ്ശീല വീണത്. ദോഹയിലെ പ്രശസ്ത ചിത്രകാരന്മാർ ഒരുക്കിയ തത്സമയ ചിത്രരചനയോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. സംസ്കൃതി രജത ജൂബിലി സുവനീർ കവർ പേജിന്റെ പ്രകാശനം ഡോക്ടർ വി ശിവദാസൻ MP നിർവഹിച്ചു. സംസ്കൃതി വനിതാ വേദി പ്രസിഡന്റ് അനിത ശ്രീനാഥിന്റെ കവിതാ സമാഹാരം ഇല തിരഞ്ഞ മരം വി ശിവദാസൻ KK ശങ്കരന് നൽകി പ്രകാശനം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രസിഡന്റ് സാബിത് സഹീർ അധ്യക്ഷത വഹിച്ചു. EM സുധീർ, KK ശങ്കരൻ, സമീർ സിദ്ദീഖ്, രഘുരാജ്, പ്രമോദ് ചന്ദ്രൻ, ജസിത നടപ്പുരയിൽ, ഷംസീർ അരീക്കുളം, അർച്ചന ഓമനക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1 ദോഹ. കേക്കുകളും മധുരവും നിറയുന്ന മീഡിയ 1 സ്റ്റാർ ബേക്കറിന് ഫെബ്രുവരി 13 തുടക്കമാകും. മാർക്കൻസേയുമായി സഹകരിച്ച് നടത്തുന്ന സ്റ്റാർ ബേക്കറിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും പങ്കെടുക്കാം. നിരവധി സമ്മാനങ്ങളും പുരസ്കാരങ്ങളും വിജയികൾക്ക് ലഭിക്കും. കഴിവും ക്രിയാത്മകതയും ഒരുപോലെ സമന്വയിക്കുന്ന മീഡിയ 1 സ്റ്റാർ ബേക്കറിന്റെ ആദ്യ എഡിഷനാണ് സൗദിയിൽ തുടക്കമാകുന്നത്. വിവിധ വിഭാഗങ്ങളിലായി മുതിർന്നവർക്കും കുട്ടികൾക്കുമെല്ലാം പങ്കെടുക്കാം. വ്യത്യസ്ത തീമുകളിലായിരിക്കും മത്സരങ്ങൾ. റിയാദ് ഫ്ലമിംഗോ പാർക്കിൽ മാക്കാൻസെവിൽ വെച്ചാണ് മത്സരങ്ങളെല്ലാം. ഗ്രൂപ്പ് ഇനത്തിൽ 18 മുതൽ മുകളിലേക്ക് പ്രായമുള്ളവരുടെ കാറ്റഗറിയിൽ വിന്റർ എന്നതാണ് കേക്ക് ബേക്കിംഗിന്റെ തീം. 12 മുതൽ 18 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കായി കുക്കി നിർമ്മാണ മത്സരവുമുണ്ട്. 18 മുതൽ മുകളിലേക്ക് പ്രായമുള്ളവർക്കായി ഡെസേർട്ട് നിർമ്മാണ മത്സരവും. മുതിർന്നവർക്കുള്ള ഈ മത്സരങ്ങൾക്കൊപ്പം കുട്ടികൾക്കുള്ള കളറിംഗ് മത്സരങ്ങളും അരങ്ങേറും. 4 മുതൽ 7 വയസ്സുവരെയുള്ളവർക്ക് കളറിംഗ് ഉണ്ടാകും. 8 മുതൽ 14 വരെ പ്രായമുള്ളവർക്ക് ഡ്രോയിങ്ങും. കുടുംബസമേതം പങ്കെടുക്കാവുന്ന വളരെ നല്ലൊരു പരിപാടിയാണ്. മാത്രമല്ല ഒരുപാട് സമ്മാനങ്ങളും ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി നൽകുന്നുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രത്യേക വർക്ക്ഷോപ്പും ഞങ്ങൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലിറ്റിൽ പിക്കാസോ എന്ന ഒരു കളറിംഗ് കോമ്പറ്റീഷനും ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. മാർക്കാൻസേവുമായി സഹകരിച്ചാണ് മീഡിയ 1 സ്റ്റാർ ബേക്കർ ഒരുക്കുന്നത്. മത്സരത്തിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. സംശയങ്ങൾക്ക് 055-747-2939 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. മീഡിയ 1 റിയാദ്. സാമ്പത്തിക വ്യാപാര സാങ്കേതിക സഹകരണ മേഖലയിൽ ധാരണാപത്രം ഒപ്പുവെച്ച് ഖത്തറും കാനഡയും. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ദോഹ സന്ദർശനത്തിനിടെ ഖത്തർ മന്ത്രി അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സയ്യിദും കാനഡയുടെ മന്ത്രി അനിത ആനന്ദുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ധാരണയായി.